സീപോർട്ട് എയർപോർട്ട് റോഡ് രണ്ടാം ഘട്ട നിർമ്മാണത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 588.11 കോടി രൂപ പദ്ധതിക്കായി RBDCക്ക് കൈമാറി. സീപോർട്ട് എയർപോർട്ട് റോഡ് NAD മഹിളാലയം ഭാഗത്തിന്റെ നിർമ്മാണത്തിനുള്ള വിജ്ഞാപനം ഉടനുണ്ടാകും. തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിന്റെ നിർദ്ദേശപ്രകാരം കിഫ്ബി അനുവദിച്ച 569.34 കോടി രൂപ നോഡൽ ഏജൻസിയായ RBDCക്ക് റവന്യൂ വകുപ്പിന് കൈമാറി. വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കും. സ്ഥലമുടമകളുടെ ഹിയറിംഗിനുള്ള നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കും. ഈ സർക്കാർ ചുമതലയേറ്റ ശേഷം ജില്ലയിൽ പൂർത്തിയാക്കേണ്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായി സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ടം ഉൾപ്പെടുത്തിയതോടെയാണ് നടപടികൾക്ക് വേഗം വെച്ചത്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട തടസ്സങ്ങൾ പരിഹരിച്ചാണ് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നത്. HMTയുടെയും NADയുടെയും ഭൂമി പദ്ധതിക്ക് ലഭ്യമാകുന്നതിനായി വലിയ പ്രയത്നം വേണ്ടിവന്നു. തടസ്സങ്ങൾ പരിഹരിച്ചതിനെ തുടർന്ന് HMTയുടെ ഭൂമി ലഭിക്കേണ്ടതിനായി കെട്ടിവെക്കേണ്ട 18,77,27,000 രൂപ സർക്കാർ നവംബർ 22-ന് അനുവദിച്ചു. രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി HMTയുടെ 404 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. റോഡ് വികസനത്തിനായി തുക കെട്ടിവെച്ച് ഭൂമി വിട്ടുനൽകണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. NADയുടെ ഭൂമി ലഭിക്കുന്നതിനുള്ള 23 കോടി രൂപയും ഉടൻ അനുവദിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന 25.8 കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ആദ്യഘട്ടം ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെയും രണ്ടാം ഘട്ടം കളമശ്ശേരി HMT റോഡ് മുതൽ എയർപോർട്ട് വരെയുമാണ്. ഇതിൽ ആദ്യഘട്ടം 2019 പൂർത്തീകരിച്ചു. അവശേഷിക്കുന്ന 14.4 കിലോമീറ്ററിന്റെ നിർമ്മാണം 4 സ്ട്രെച്ചുകളായാണ് നടപ്പാക്കുന്നത്. HMT മുതൽ NAD വരെയുള്ള ഭാഗം, NAD മുതൽ മഹിളാലയം വരെയുള്ള ഭാഗം, മഹിളാലയം മുതൽ ചൊവ്വര വരെ, ചൊവ്വര മുതൽ എയർപോർട്ട് റോഡ് വരെ. ഈ റീച്ചിൽ HMTയുടെയും NADയുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥലമൊഴികെയുള്ള 1.9 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം 2021 പൂർത്തിയായി. HMT ഉടമസ്ഥതയിലുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് ഭൂമിയുടെ വിപണി വില HMT ആവശ്യപ്പെട്ടു. ഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഹൈക്കോടതി ഉത്തരവിനെതിരെ HMT സമർപ്പിച്ച അപ്പീലിന്മേൽ നിശ്ചിത തുക കെട്ടിവെച്ച് ഭൂമി വിട്ടുനൽകാൻ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടു. വ്യവസായ മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത മന്ത്രിതല യോഗമുൾപ്പെടെ നിരന്തരം നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് കുരുക്കഴിഞ്ഞത്. നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് തുക കെട്ടിവെച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാകും. HMTയുടെ ഭൂമി വിട്ടുനൽകണമെന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് തുക കെട്ടിവെച്ച് നിർമ്മാണം നടത്താൻ RBDCക്ക് അനുമതി നൽകിയത്. NADയിൽ നിന്ന് 529.6 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. കഴിഞ്ഞ മാർച്ചിൽ ഭൂമി അനുവദിച്ച് ഉത്തരവായി. ഇതിന് 23,41,41,299 രൂപയാണ് ഭൂമി വില നൽകേണ്ടത്. റോഡ് വീതി കൂട്ടലിനും കോമ്പൗണ്ട് ഭിത്തി നിർമ്മിക്കുന്നതിനും കൂടി ചേർത്ത് ആകെ 32,26,93,114 രൂപയാണ് വേണ്ടത്. ഈ തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് 2021 സെപ്റ്റംബറിലാണ് ഭൂമി വിട്ടുതരുന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി NAD ബോർഡ് ഓഫ് ഓഫീസിനെ നിയോഗിച്ചത്. 2022 ഡിസംബറിൽ ബോർഡ് സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചു. 2023 മെയ് മാസത്തിൽ സംയുക്ത സ്ഥല പരിശോധന നടത്തി. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ ശുപാർശയോടെ പ്രതിരോധ മന്ത്രാലയം 2024 മാർച്ച് 12-ന് റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകി. നീണ്ട 23 വർഷത്തിനു ശേഷമാണ് NADയുടെ ഭൂമിയിലൂടെ റോഡ് നിർമ്മാണം സാധ്യമാവുന്നതെന്നും മന്ത്രി പറഞ്ഞു. NAD മഹിളാലയം സ്ട്രെച്ചിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് പുറമെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി വരുന്ന 102 കോടി രൂപയ്ക്ക് ഭരണാനുമതി നേരത്തെ നൽകിയിട്ടുണ്ട്. സാങ്കേതികാനുമതി നൽകി തുക ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടികളും വേഗത്തിലാക്കും. 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 69 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടി വരുന്നത്. മാർച്ച് 15ഓടെ സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാക്കും. എയർപോർട്ട് വരെ അവസാനഘട്ടം പൂർത്തിയാക്കാൻ സ്ഥലം ഏറ്റെടുക്കലിന് 210 കോടി രൂപ ചെലവഴിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കളമശ്ശേരി HMT ജംഗ്ഷനിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരം പൂർണ്ണ വിജയമാണെന്നും അദ്ദേഹം അറിയിച്ചു. RBDCക്ക് മാനേജിംഗ് ഡയറക്ടർ S സുഹാസ്, ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.